ഓ ഞാൻ ആദ്യം മറ്റേ സ്ഥലത്ത് പോയി. എന്നാലും അർമേനിയിലൊരു മലയാളിന്റെ ഗാരേജ്. എന്റെ അമ്മോ, നമ്മളെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്, സർവീസ് ഉണ്ട്. അപ്പം നമ്മളിതാ ഒരു മലയാളിന്റെ മലയാളിന്റെ ഒരു ഗാരേജിൽ എത്തിയാണ്. അശ്വി നാട്ടിലെവിടെയാ? കോഴിക്കോട്. അപ്പോൾ എനിക്ക് വേണ്ടത് വെച്ചാൽ നമ്മൾ AC ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം, എയർ ഫിൽറ്റർ, പിന്നെ ഓയിൽ ഫിൽറ്റർ, പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഏകദേശം 8000 കിലോമീറ്റർ കഴിഞ്ഞു. പിന്നെ എൻജിൻ്റെ ഫാൻ ബെൽറ്റ് ഏകദേശം തീരാനായിന്. പാർട്സ് എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് ചേഞ്ച് ആക്കണം. എല്ലാം കയ്യിലുണ്ട്, അതൊന്ന് ചേഞ്ച് ആക്കണം. കാരണം കുവൈത്തിൽ നിന്ന് ഓയിൽ മറ്റേ ടൊയോട്ടൻ്റെ 5W ഇല്ലേ 30, അതാണ് വേണ്ടത്, സിന്തറ്റിക് ഓയിൽ. ഇതാണ് നമ്മൾ മഹീന്ദ്ര താറിൻ്റെ പാർട്സ്. കഴിഞ്ഞ 2022 ഏകദേശം 3ാമത്തെ കൊല്ലമാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കൊല്ലമായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഏകദേശം 1 ലക്ഷം ഉറുപ്പ്യേൻ്റെ പാർട്സ് നമ്മൾ കൊണ്ടുവന്ന്. ഒന്നാമത് ഞാൻ വരുമ്പം കുറച്ച് സാധനം എടുത്ത്, പിന്നെ ഒരാൾ നാട്ടിൽ നിന്ന് വരുമ്പം അവരെ വിളിച്ച് പറഞ്ഞിട്ടാണ് അവർ സാധനം കൊണ്ടുതരിക. അപ്പോൾ നമ്മൾ എൻജിൻ്റെ ഫാൻ ബെൽറ്റ് ഒന്ന് മാറ്റണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം കുവൈത്തിൽ നിന്ന് നമ്മൾ സ്പാർക്ക് പ്ലഗ് പ്രശ്നമായപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഫാൻ ബെൽറ്റ് എന്തായിട്ടും മാറ്റാൻ. അപ്പോൾ ഫാൻ ബെൽറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ ഇത് നമ്മൾ സ്പാർക്ക് പ്ലഗ് ആണ്, അതും കൂടി ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻ ബെൽറ്റും എടുത്തു വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് ഇപ്പം ഓയിൽ ചേഞ്ച് ചെയ്യാൻ ഇതെന്താ സാധനം, ഒരു ഓയിൽ ചേഞ്ച് ചെയ്യാൻ ഇവർക്ക് ഫിൽറ്റർ വേണം. അപ്പോൾ ഫിൽറ്റർ ഞാനൊന്ന് എടുത്തു കൊടുക്കട്ടെ. പിന്നെ ഈ ബെൽറ്റ് കുവൈത്തിൽ നിന്ന് മാറ്റാൻ പറഞ്ഞാൽ, പക്ഷേ ഇത്രയും സമയമായിട്ടും എനിക്കൊരു സ്ഥലം കിട്ടിയിട്ടില്ല. പിന്നെ അർമേനിയയിലെ ജോർജിയയിലൊന്നും ഇത് പണിയെടുക്കുന്ന ആളില്ല. പിന്നെ മലയാളി ആയതുകൊണ്ട് ഞാൻ ഓടി വന്നു എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ എവിടെ ഇടേണ്ടത് ഞാൻ ഈ വണ്ടി? ഇതിൻ്റെ ബാക്കിലല്ലേ? ഓക്കെ. കണ്ട, ലോകത്തിൻ്റെ ഇനി ശൂന്യാകാശത്ത് പോകാൻ ഇങ്ങനെ കാടൊരു മലയാളിനെ കിട്ടും. നമ്മൾ വണ്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പണിയുണ്ട്. നമ്മൾ കുവൈത്തിൽ നിന്ന് സ്പാർക്ക് പ്ലഗ് ഡൗൺ ആയ സമയത്ത് അവർ പറഞ്ഞിരുന്നു അവിടെ മഹീന്ദ്രൻ്റെ ഒരു ഡീലർ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എൻജിൻ ഫാൻ ബെൽറ്റ് എന്തായാലും മാറ്റണം, അത് പോയിട്ടാണല്ലേന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കൊണ്ട് ഏകദേശം കുറേ പിന്നെ എന്താ പറയുക ബെൽറ്റും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചതാണ്. പക്ഷേ അത് അതിന് ശേഷം നമ്മൾ തുർക്കിയിൽ പോയി, തുർക്കിയിൽ ശരിയാക്കാൻ ആരെയും കിട്ടിയില്ല. പിന്നെ അപ്പോൾ പിന്നെ ഇതാ കണ്ട അവിടെ കുറേ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. ഇതാ കുറേ വണ്ടികളിൽ ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജോർജിയയിലെ അർമേനിയയിലൊന്നും വണ്ടി പണി എടുക്കൽ കുറവാണ്. ഇവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് പണിയെടുപ്പിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബെൽറ്റെല്ലാം മാറ്റാനുണ്ട്. ബെൽറ്റ് ഏകദേശം തീരാനായി. ഇതുണ്ട് എൻജിൻ ലൈറ്റ് കുറേ ദിവസം ഇങ്ങനെ കത്തി വെക്കുന്നു. അപ്പോൾ എൻജിൻ ലൈറ്റ് കത്തുന്നത് മെയിനായിട്ട് നമ്മൾ ഫാൻ ബെൽറ്റിൻ്റെ പ്രശ്നമാണ്. ഇതൊന്ന് പിടിക്കോടാ നീ, ഇതൊന്ന് പിടിക്കോ, അങ്ങനെ പിടിച്ചാൽ മതി. നേരെ ഒതുക്കിയിട്ടുണ്ട്, എങ്ങനെ ഇട്ടാ മതിയാ? ഫസ്റ്റായിട്ട് മാറ്റാൻ പോകുന്ന ബെൽറ്റല്ലോ ഇത്. ഏകദേശം വണ്ടി 58,000 കിലോമീറ്റർ ഓടി ഫസ്റ്റ് മാറ്റുന്ന ബെൽറ്റാണ്. പിന്നെ ഈ 7,000 കിലോമീറ്റർ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ കാണുന്ന ഫിൽറ്റേഴ്സ് എല്ലാം മാറ്റി കൊടുക്കണം. ഈ AC ഫിൽറ്റർ അധികം അവർ ക്ലീൻ ചെയ്തിടുക ചെയ്യുക. എയർ ഫിൽറ്റർ അവരധികവും പിന്നെ മാറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നത് പുതിയതിപ്പോൾ മാറ്റാൻ സമയമായി. നമ്മുടെ അടുത്ത് പാർട്സ് എല്ലാം ഞാൻ വണ്ടീൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിന്. നമുക്ക് ഉള്ളിൽ കുറച്ച് സമയം ഇരിക്കുക, എന്നിട്ട് ഇവരെ ബാക്കി പണികൾ എന്താണെന്ന് നോക്കി. ഇതൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇവർ കിടിലനായിട്ട് എടുത്ത് വെച്ചതുണ്ടാ. ഇവിടെ ഒന്നാമത് ഈ ജോർജിയയിലും അർമേനിയയിലൊന്നും പാർട്സുകളൊന്നും എവിടെയും കിട്ടില്ല. അപ്പോൾ ഇവർ പുറത്തുനിന്ന് എത്തിക്കും. പിന്നെ അമേരിക്കയിൽ നിന്ന് കുറേ എന്താ പറയണ്ടേ അടിച്ച വണ്ടികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അത് പണിയെടുത്തിട്ട് ഇവിടെ കിടിലൻ വണ്ടിയായിട്ട് വിറ്റ് അങ്ങനെയാണ് ഇവർ വണ്ടി ഉപയോഗിക്കുന്നത്. ഇതുണ്ടോ റാംഗ്ലർ ഉണ്ടാ കിടിലാണ്. ഞാൻ ശരിക്കും എൻ്റെ താറിന് ഇങ്ങനത്തെ ഒരു സാധനം വെക്കാൻ വിചാരിച്ചേ. പക്ഷേ ഞാൻ എൻ്റെ വണ്ടി എടുത്ത പിറ്റേത്തെ ദിവസം ഫിഫക്ക് ഇറങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയില്ല. ആകെ ടെൻറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സാധനം ഒന്നും ഞാൻ RK കസ്റ്റമർ ദുബായിൽ പോയാലോ അവർ ഫ്രണ്ടിൽ 2 ഗ്രില്ല് മാറ്റുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ ബമ്പർ മാറ്റുമ്പോൾ ഇത് നോക്കിയപ്പോൾ ഇതിൻ്റെ സൈസിൽ കിട്ടാത്തതുകൊണ്ട് ചെയ്യാണ്ട് തന്നെയാണ്. അപ്പോൾ നാട്ടിൽ പോയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ 2 സാധനം വെക്കാൻ. ഒരു റാംഗ്ലറിൻ്റെ ലുക്കിലൊരു സാധനം വെക്കുക എന്നുള്ളത്. MVD പിടിച്ച് ഫൈൻ അടിക്കുമെന്ന് അറിയില്ല. പിന്നെ ഈ ലൈറ്റെല്ലാം ഞാൻ ഒമാനിൽ നിന്നാണ് വെച്ചത്, ലൈറ്റും ബാറ്ററിയും സംഭവങ്ങളെല്ലാം. പിന്നെ ടെൻറ്റ് പിന്നെ നമ്മൾ നാട്ടിൽ നിന്നേ ഉണ്ട്. പിന്നെ ഈ ടെൻറ്റ് കുവൈത്തിൽ നിന്ന് നമുക്ക് വേറൊരു UR ഓഫ് റോഡിൻ്റെ കമ്പനി വന്നപ്പോൾ അത് പഴയത് നമ്മൾ മാറ്റിയിട്ട് പുതിയത് വെച്ചതാണ്. പിന്നെ ഈ ടെൻറ്റിൻ്റെ ഇതറിയാമല്ലോ, ഇത് ഞാൻ ഇതേവരെ സൗദിയിൽ നിന്നും തുർക്കിയിൽ നിന്നെല്ലാം യൂസ് ചെയ്തതിന്. പിന്നെ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനും പറ്റില്ല, കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് സൗണ്ട് വരുന്നതായിട്ട് കുവൈത്തിലുള്ള പിന്നെ UR ഓഫ് റോഡിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ട സ്പോഞ്ച് വെച്ചത്, അല്ലെങ്കിൽ ചടപട ഒച്ചയായിരിക്കും.
അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത രാജ്യത്ത് പോകുമ്പം ഇറാന് പിന്നെ എണ്ണ ഭയങ്കര ചീപ്പാണ്, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഈ ഇതില്ലേ ടെൻറ്റിൻ്റെ എല്ലാം സ്ക്രൂ മുറുക്കി തരണം, കുറച്ച് കട വെച്ചുണ്ട്. ടർക്കിയിൽ നിന്ന് ഇതപ്പാട് ഊരി വീണിട്ട് എൻ്റെ ബാക്കിലെ ഗ്ലാസ് എല്ലാം പൊട്ടിനതുണ്ട്. എന്നിട്ട് ഇതവർ തുർക്കിക്കാരൻ്റെ കണ്ണാടിൻ്റെ ഷോപ്പിൽ പോയിട്ട് അയാൾ സാധ്യമാണ് എന്നിട്ട് അയാൾ എനിക്ക് എൻ്റെ അവസ്ഥ കണ്ടിട്ട് അയാൾ മുറിച്ചിട്ട് വെച്ചെന്നാ. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയാം, ഇത് തുറക്കാൻ പറ്റൂല, ഇത് മടക്കാൻ പറ്റൂല. ഇത് പിന്നെ ഇങ്ങനെ ഉണ്ടായത്. എന്നിട്ട് ഒരു തുർക്കിക്കാരൻ്റെ ഷോപ്പിൽ പോയിട്ട് ഇത് മുറുക്കുന്നേരം അടുത്ത ഒരുത്തന്നെ കുറേ സമയം കുത്തിയിരുന്നിട്ട് ഇത് ഒറിജിനലാ. ബീഡിങ്ങിൻ്റെ ആദ്യം ഉണ്ട്. എന്നിട്ട് ഓനെന്താക്കി അതിൻ്റെ ഉള്ളിലെ ഇതില്ലേ കല്ലുകൾ, ഇതിൻ്റെ കഷ്ണം അതെല്ലാം കുത്തി പൊളിച്ചിട്ട് ഓൻ വെച്ചത്. ഇപ്പം എനിക്ക് ഇങ്ങനെ ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് ഈ ടയറിൻ്റെ മുകളിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, നിൽക്കൂല. പക്ഷെ ഭയങ്കര വെയിറ്റ്. നീ നോക്കിയേ, മറ്റു സാധനം ഇല്ല, അത് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയിൽ എത്തിയാൽ പാട് ചേഞ്ച് ചെയ്യണം. അങ്ങനത്തെ അവസ്ഥയിലാണ്. പക്ഷെ എന്നാലും അത് കിട്ടിയതിൻ്റെ ഭാഗ്യ. ഞാൻ 5 ദിവസമാണ് തുർക്കിയിൽ ഈ സാധനം ഇല്ലാണ്ട് ഓടിച്ചേ. ഇതിനൊരു ഗ്യാരണ്ടി ഇല്ല. ഇത് അള്ളാഹു പോലും അങ്ങ് എത്തി തവക്കലത്തോ അല്ല, അത്രയും ഈരെ കൊണ്ട് പറയാൻ പറ്റും നമുക്ക്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് എൻജിൻ ഓയിൽ വാങ്ങിക്കാൻ പോകുന്ന. ഞാൻ 5W പിന്നെ സിന്തറ്റിക് ഓയിലാട്ടോ, 30 ഗ്രേഡിൻ്റെ സിന്തറ്റിക് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എത്രാമത്തെ സർവീസ് എന്നറിയാം. ഫസ്റ്റ് നമ്മൾ പിന്നെ ഖത്തറിനാണ് ചെയ്തത്. അവിടെ ഇത് മറ്റേ ലിച്ചിയല്ലേ? അല്ല, ഇത് ലിച്ചിയാ. അല്ല പ്ലമ്മാ, പക്ഷെ കാണാൻ ലിച്ചി ഉണ്ട്, പക്ഷെ ഭയങ്കര ചെറുതല്ലേ. ഇത് നോക്കിയിട്ടെ, നിങ്ങൾ അർമീനിൽ എവിടെ വന്നാലും ലിച്ചി കുറേ പ്ലമ്മ് കുറേ ഇങ്ങനെ കാണാൻ കിട്ടും. ഒന്ന് പറിച്ചാലോ? ഇതിൻ്റെ ഓണർ വീട് ഉണ്ടാ? പക്ഷെ ഇത് മൂത്തിട്ടില്ല കേട്ടോ, കുറച്ചൊരു പച്ചയാണ്. ചെറിയൊരു പുളിപ്പുണ്ട്. നോക്ക് പ്ലം നോക്കി എത്രയാണ് നോക്ക്. ഞാൻ വിചാരിച്ച് മറ്റേ ലിച്ചില്ലേ, ഫസ്റ്റ് കാണുമ്പോൾ ഇത് ലിച്ചി പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്യാരേജ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടി ഉണ്ടാവും കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകണമെങ്കിൽ. ഇവിടുത്തെ വണ്ടികളെല്ലാം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നല്ലേ? ഇതേതാ ഈ ബ്രാൻഡ്? എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിക്കില്ല. ഇത് എന്താ ഈ സെഡ്, എന്താ അവരെ ഓപ്പലാ? പിന്നെ ഇവിടെ ഒരു എന്താ ലാടയാ, എന്ത് രസം അത് കാണാൻ, നല്ല രസമുള്ള വണ്ടിയാ. ഈ അശ്വിനിയുടെ MBBS കഴിഞ്ഞ ഡോക്ടറാണ്, ഇപ്പം കാറിൻ്റെയും ഡോക്ടറാണ് അല്ലേ. മനുഷ്യന്മാരുടെ ഡോക്ടർ മാത്രമല്ല, കാറുകളെ ഡോക്ടറും കൂടിയാണ്. അപ്പോൾ ഇവിടെ കുറേ MBBS കഴിഞ്ഞ കുട്ടികൾ, ചില ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ പാർട്ട് ടൈം ജോബിന് പോകുന്നുണ്ട്. ഇവൻ പോയത് നേരെ വണ്ടിപ്പണിക്കാണ്. അപ്പോൾ ഒരു വണ്ടി ഭ്രാന്തനാണ് ഇവനാള്. അങ്ങനെ നമ്മൾ ഓയിൽ വാങ്ങിക്കാൻ പോകേണ്ട പ്ലാനിലാണ്. മാനുവൽ ഇവിടെ മാനുവൽ കൂടുതലല്ലേ ഓട്ടോനേക്കാളും? റെന്റിന് വിടുന്ന വണ്ടികളാണ്, ടാക്സി ഓടാൻ. ഓക്കെ. നീ എങ്ങനെയാ ഡോക്ടർ പഠിച്ചിട്ട് ഇതിന്റെ മുകളിൽ കയറിയത്? ചില ഡോക്ടർമാർ ഫുള്ളും ഹോസ്പിറ്റലിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. നീ വണ്ടിനോട് ഇഷ്ടമുള്ളതോടെ ഇങ്ങനെ കയറിയതാ? വണ്ടിനോടുള്ള താല്പര്യം കൊണ്ട്, പിന്നെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുമ്പോൾ വണ്ടി ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ പണിത് ഇപ്പൊ നോക്കുമ്പോ നമ്മുടെ വണ്ടികൾ പണിയാനായിട്ട് നല്ലൊരു സ്ഥലം കിട്ടിയില്ല. സ്വന്തമായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു, തുടങ്ങി. അതുകൊണ്ട് അശ്വിൻ തുടങ്ങിയത് കൊണ്ട് ഇതാ കുറേ കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ നാജീനോഷി ഒരു താറും കൊണ്ട് വരും. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് അവൻ്റെ ദൈവത്തിൻ്റെ വിളിവാളുള്ളത് കൊണ്ട് എനിക്കിവിടെ അശ്വിന് കിട്ടിയടാ. അല്ലെങ്കിൽ എൻ്റെ വണ്ടി പഠിപ്പിക്കാൻ ഇവിടെ ആർക്കപ്പേലും എനിക്ക് കിട്ടൂല. എത്ര കൊല്ലയപ്പോൾ അർമേനിയയിൽ? ഈ വണ്ടി തുള്ളല് കൂടുതലാണല്ലോ. നീ ഇത് ഭയങ്കര ഭാര തോന്നുന്നല്ലേ? ഇതല്ലോ പവറാണോ? പക്ഷെ ഒരു ടഫാണ്. എത്ര കൊല്ലം ഇത്? 50 കൊല്ലായിട്ട് ഉണ്ടാവാ? 5.5-6 ആയിരിക്കും. അപ്പോൾ ഓയിൽ മേടിക്കേണ്ട പ്ലാനാണ്. ഇത് മൂപ്പര് മെസ്സേജ് അയച്ചേട്ടാ. ഞാൻ മാലിക്കിൻ്റെ അടുത്ത് എല്ലാ പണിയും ചെയ്യിപ്പിച്ചേ. ഇത് ഇത്രയും വർക്കാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതല്ലാത്ത ബെൽറ്റ് ഉണ്ടെങ്കിൽ അത് കംപ്രസറിന്റെ ബെൽറ്റ് ആയിരിക്കും അത് പറയുന്നത്, അവര് ഫാൻ ബെൽറ്റ് എന്ന് പറയുന്നത്. അത് ചേഞ്ച് ചെയ്തോ? അത് മാറ്റിയിട്ടില്ല. ഈ 6 ലിറ്റർ ഓയിൽ എത്ര പൈസ എന്നറിയാം? 9,000 ഇന്ത്യൻ റുപ്പി.
സാധാരണ നമ്മൾ UAE അതുപോലെ മറ്റുള്ള രാജ്യത്ത് നമ്മൾ എടുക്കുമ്പോൾ എത്ര പൈസ ഇല്ല കേട്ടോ. ഞാൻ തുർക്കി നമുക്ക് ഓർമ്മയുണ്ട് കൊടുത്ത ആകെ 4000 നമ്മൾ അവിടെ പൈസ വെക്കും. പക്ഷെ ഇവിടെ എന്തിനും തീക്കിട്ട വരിക. കാരണം ഇവർക്ക് ഒന്നാമത് ഈ വണ്ടിൻ്റെ ഒരു സാധനങ്ങൾ ഇവിടെ മാനുഫാക്ചറിങ് ഒന്നുമില്ല. ഈ ഓയിൽ വരെ ഇവർ വേറെ സ്ഥലത്ത് എത്തിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര റേറ്റ് ആയിപ്പോയി. 50,000 എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പൈസയല്ലേ. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അറിയാമല്ലോ, നമ്മൾ അത്രയും കുറേ ഞാൻ ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എപ്പോഴും ഈ സർവീസ് വരുമ്പോഴാണ് പണി കിട്ടുക. പിന്നെ പാർട്സ് ഓൾറെഡി 1,00,000 ഉറുപ്പിൻ്റെ പാർട്സ് ഇന്ത്യയിൽ നിന്ന് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് മഹീന്ദ്രക്ക്. ഇപ്പം കൂടാണ്ട് ഇവിടെ ഓയിലിന് മാത്രം നമ്മൾ കൊടുക്കുന്നത് 6 ലിറ്റർ 5W30 ടൊയോട്ട എൻജിൻ ഓയിൽ നമ്മൾ കൊടുക്കുന്നത് 9,000 ഉറുപ്പിയാണ്. പക്ഷേ ഇത്രയും സമയം GCCയിൽ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ കുറേ സ്ഥലത്ത് ഞാൻ ദുബായിൽ നിന്നും സൗദിയിൽ നിന്നും ഖത്തറിനെല്ലാം ഞാൻ എൻ്റെ വണ്ടി സർവീസ് ചെയ്തതിന്. പക്ഷേ അവിടെ ചെയ്ത മാലിക്കാണെങ്കിലും അതുപോലെ തന്നെ അവിടെ അനസുണ്ട്, അതുപോലെ തന്നെ സൗദിയിൽ നിന്ന് ചെയ്ത ഒരു എൻ്റെ പേര് ഓർമ്മയില്ല, മൂപ്പരൊന്നും പൈസ വാങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് പിന്നെ നമ്മൾ മലയാളികളല്ല, വേറെ രാജ്യമാണ്, ഇവർക്ക് പിന്നെ നമ്മൾ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല ഞാൻ പറയണം. അപ്പോൾ അത്രക്കും ഇവിടെ ഇവർ ഫുള്ളായിട്ട് എമൗണ്ട് എടുത്തിട്ടുണ്ട്. 40,000 ഡ്രാംസാണ് നമ്മൾ 300 ദിർഹംസ് തരാം. ഇതാണ് നമ്മളെ പൈസ. 40,000 അർമേനിയൻ ഡ്രാംസ്. കണ്ടോ? മോട്ടീവുകളൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ 7,000 ഡ്രോംസ് ഉണ്ട്. മോട്ടീവുകളുടെ ഓയിലില്ല, നമുക്ക് മോട്ടീവ് എടുത്താൽ മതി. പക്ഷെ ടൊയോട്ട നല്ല സെയിം രണ്ടാണ്. ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റത്തിനെ കുറിച്ച് അവൻ പറയുന്നൊരു കാര്യം, കാരണം നമ്മളിപ്പോൾ ജോർജിയയിൽ പോലും റഷ്യയിൽ പോലും അർമേനിയെല്ലാം സെയിം ആണ്. ഇവർ ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണമെങ്കിൽ അവിടുന്ന് അവർ ലെഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാവും. ഇതെല്ലാം ഇവരെ ആ ഒരു ഹായ് എന്റെ ഫ്രണ്ടാ എന്റെ ഫ്രണ്ടാ പിന്നെന്തോ സംസാരിക്കുന്നു. ആ ഓക്കെ ബൈ ബൈ. യാ എടുക്കുന്നുണ്ട്. എടുക്കണ്ടാവോ പറഞ്ഞ ഓണത്തിന് നമ്മളെ ക്യാമറ എന്ത് റഷ്യനാണ് സംസാരിക്കുന്നത്. ഇന്ത്യ ഇന്ത്യയിൽ ഈ കാറിൽ പോകാൻ ഇന്നൊന്നും എത്തൂല അങ്ങ്. അത് ഈ കാറില് ഇവരെ ട്രാഫിക് സ്റ്റോറി ഇവിടെ നമ്മളിപ്പോ ഈ അർമേനിയിൽ വന്നിട്ട് ആരോട് ചോദിച്ചാൽ എല്ലാവരും മിഥുൻ ചക്രവർത്തിന്റെ ഫാനാണ്. അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചന്. കാരണം ഇവർക്ക് പണ്ട് ഇന്ത്യൻ സിനിമ പോലെ കാണിച്ചു. അതെന്തുകൊണ്ടാ മറ്റേ ഇവര് ഈ മറ്റുള്ള ഭാഷകൾ സിനിമയിൽ ഒഴിവാക്കിയിട്ടുണ്ട് ആ സമയത്ത്? ഇല്ല, ഇന്ത്യൻ ഫിലിംസ് ഫുള്ള് ഭയങ്കര ഡ്രാമയൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ ഫിലിംസ്. അല്ല പിന്നെ വേറൊരു കാര്യം, മറ്റേ ഈ എന്തേലും സെക്കൻഡ് വേൾഡ് വാർ ടൈമിലല്ലേ ഇവർ പല രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതല്ലേ. അപ്പം ആ സമയത്തെല്ലാം ഈ മറ്റേ അമേരിക്ക ഇംഗ്ലീഷ് ഫിലിമെല്ലാം തീരെ ഇല്ലാണ്ട് ഇന്ത്യൻ ഫിലിമാണ് ഓരോ ഈ പശ്ചിമേഷ്യയിൽ മുഴുവനും വന്നേന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ് സോവിയറ്റ് കൺട്രി ആയതുകൊണ്ട് റഷ്യൻ, ഇവർക്ക് എല്ലാവർക്കും റഷ്യൻ അറിയാമല്ലോ. അപ്പൊ റഷ്യയിൽ ട്രാൻസ്ലേഷൻസ് ഉണ്ടായിരുന്നു ഈ ഫിലിംസിന്. അതുകൊണ്ട് ഇവിടുത്തെ തിയേറ്റേഴ്സിലൊക്കെ പണ്ട് ഫിലിംസ് കാണിക്കായിരുന്നു, TV ചാനൽസിലൊക്കെ. അത് ഇപ്പോൾ ഉള്ള ജനറേഷന്റെ കുട്ടിക്കാലം, ആ ഒരു കുട്ടിക്കാലത്ത് ഇവര് ഫുള്ള് മിഥുൻ ചക്രവർത്തിയുടെ ജിമ്മി ജിമ്മി ആജ ആജ എന്നുള്ള പാട്ട് ഇന്ത്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ആദ്യം അതാണ് പറയാ. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര കാരണം ഈ ഷാറൂഖ് ഖാനും മിഥുൻ ചക്രവർത്തിയും അമിതാഭ് ബച്ചനല്ലേ പുറത്തുള്ള ആൾക്കാരുടെ ഇടയിൽ വലിയൊരു സ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ട്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർ ആദ്യം ഇവരെ 3 പേരെ ചോദിക്കാം. അവർക്ക് നമ്മുടെ രാഷ്ട്രപതി ആരാന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ആരാന്നോ ഒന്നും അറിയില്ല. പിന്നെ ഇറാഖിൽ പോയപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മളെ ഇന്ദിരാഗാന്ധിനെ കുറിച്ചിട്ട് ഇന്ത്യ ചോദിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി, കാരണം ഇന്ദിരാഗാന്ധിയും സദ്ദാമും ഭയങ്കര നല്ല കണക്ഷൻസ് ആയിരുന്നു. അപ്പം ഞാൻ ഇറാഖിൽ ട്രാവൽ ചെയ്ത 1.5 മാസവും ഞാൻ ഏടെല്ലാം ഇറാഖികൾ എന്നെ കണ്ടാലും ഇന്ത്യ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അവർ ചോദിക്കാൻ ഇന്ദിരാഗാന്ധി, പിന്നെ അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അമിതാഭ് ബച്ചൻ. അപ്പം ഇതാണ് അവരുടെ ലോകം. നമ്മൾ ഈ പറയുന്ന ഈ സിനിമക്കാരനെ ശരിക്കും ബോളിവുഡ് തന്നെയാണ് ഇന്ത്യനെ മറ്റുള്ള കൺട്രിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മളൊരു ഐക്കണാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെയാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇറാനും ചിലപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇറാനിലും എന്തായാലും അത് തന്നെയായിരിക്കും. കാരണം ഇറാൻ ഇന്ത്യയിലായിട്ട് ഭയങ്കര നല്ല കണക്ഷനുള്ള രാജ്യങ്ങളാണല്ലോ. ഇപ്പം നമ്മൾ അടുത്ത രാജ്യം ഇറാനിൽ പോയാലും തന്നെയായിരിക്കും അവസ്ഥ. ആദ്യം അവർ ചോദിക്കാനും ഷാറൂഖ് ഖാനെ അമിതാഭ് ബച്ചനെ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഇവരെ വീടുകൾ ഉള്ളു ഭയങ്കര സംഭവം. നീ പറയുന്നത് ഇതാണ്ട് അർമേനിയൻസിന്റെ വീടുണ്ട് നിങ്ങള്. പിന്നെ ഒരു സാധാരണ വീടാണ്. പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഈ ഹോളോ ബ്രിക്സ് മെല്ലാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മെല്ലാതെ പോയ ഒരു സ്പാ ചെയ്യാനൊരു സ്ഥലത്താണ് പോയിരുന്നു. മറ്റേ എന്താ പറയണ്ട ഈ ആയുർവേദ സ്പാക്ക് പോയാലോ ആടുത്തെ വീടുകൾ ഞാൻ നെട്ടിപ്പോയി. ശരിക്കും നമ്മളെ ഈ ധാരാവിയിലെല്ലാം സൈഡ് പോലെ ഈ ഷീറ്റുകളും
ചെറിയ കല്ലുകൊണ്ടല്ലാതെ ഇവർ വീടുണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സംഭവം ഇവൻ പറയുന്നത്. പിന്നെ എല്ലായിടത്തും നമ്മൾ നോക്കിയാൽ മതി ആർമീനിൽ ഈ ചെങ്കല്ല് പോലത്തെ എന്താണ് ഈ ബ്രൗൺ കല്ല് മാത്രം അവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ വെട്ടുകല്ലൊക്കെ പോലെ കട്ട് ചെയ്തെടുക്കുന്ന മൈൻ ചെയ്തെടുക്കുന്ന തരം കല്ലാണ്. അത് ഈ കല്ല് നിർബന്ധമാണ് ഇവർ, കാരണം എല്ലാ സ്ഥലത്തും ഒരേ കളർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഉറപ്പാണ്. നമ്മൾ വിചാരിക്കുന്ന വലിയ ഇതില്ല, ഭയങ്കര ഹാർഡായിട്ടുള്ള സ്റ്റോൺ ആണ്. പിന്നെ ടെമ്പറേച്ചറിന്റെ റെഗുലേഷൻ, ഇപ്പോൾ വിന്റർ ടൈമിലാണെങ്കിലും ഇത്രയും നല്ല സ്റ്റോൺ ആയതുകൊണ്ട് ഉള്ളിലേക്ക് അധികം തണുപ്പ് കയറാണ്ട്. ഇതെല്ലാം ഒരു നോർമൽ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെന്റ് നോക്കിയിട്ട് നമ്മളെ പോലെ എപ്പോഴും ഒരു വീടിനോട് ടച്ച് ചെയ്തിട്ടായിരിക്കും അടുത്ത വീടുകൾ പണിയുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് പണിയുക. നമ്മളെ പോലെ കുറെ അപ്പൊ രണ്ട് സൈഡിലെ ഹീറ്റ് അവർക്ക് കൂടുതൽ കിട്ടും. ഓയിൽ ഇവർ ചേഞ്ച് ആക്കുന്നുണ്ട്, കാണാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര അടിയിലാണ്. ബാക്കി നമ്മള് ദുബായിൽ പോയ സമയത്ത് ഇവരിങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് വേറെ വണ്ടിയുണ്ട്. കാരണം ഇവിടെ കുറെ വണ്ടിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ വണ്ടിന്റെ പണി അവർ ചെയ്ത് തരുന്നുണ്ടോ. ഇതാ ഓയിൽ ചേഞ്ച് ആക്കുന്ന, യെസ്, ഇതാണ് കാണേണ്ടത്. ഇതണ്ട നാട്ടില് പശുവിനെ കറക്ക് എടുക്കേണ്ട പാടില്ല. ഇവിടെ ഒരാളുണ്ട്, മൂപ്പര് റാങ്ക്ലർ റിങ് വന്നിട്ട് എന്തേനും ഇത് തരാന്നല്ല പറയുന്നു. ഇവിടെ ഒരു അർമേനിയൻ ഉണ്ട്, മൂപ്പർക്ക് you need this one, can you take your Wrangler? No way, but this is good, this is no good, this is only 2 liter petrol. How much liter engine liter? Same. Yes. Oh, power ടർബോ എഞ്ചിൻ, ടർബോ. ഇത് ടിൻ ടർബോ അല്ലേ നമ്മളത്? ലെങ്ത് ആണോ? ചെറുതാണ്. ഒന്ന് AC കംപ്രസറിന്റെ ബെൽറ്റ്, ഒന്ന് മറ്റേ സ്റ്റിയറിംഗ് പമ്പിന്റെയും. എന്നാൽ ഇപ്പം മാറ്റുന്ന ആദ്യമായിട്ട് മാറ്റുന്ന കേട്ടോ, അതായത് 50 ഇപ്പൊ മറ്റേ ഫാൻ ബെൽറ്റ് ആണെങ്കിൽ, സോറി ആ ബെൽറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് മാറ്റുന്നതായിരിക്കും. ബെൽറ്റ് ചേഞ്ച് ചെയ്യേണ്ട പ്ലാനിലാണ്. അപ്പൊ ഇത് ചേഞ്ച് ചെയ്യണോ? ഓക്കെ, ഞാനിത് 2 മാറ്റം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു സെറ്റാ? 2 സെറ്റല്ലേ? അല്ല, ഇപ്പൊ ഇത് മാറ്റി ഒരു സെറ്റിൽ എന്റെ കയ്യിലുള്ളൂ. അതായത് അപ്പൊ ഓക്കെ, സെറ്റ്. അപ്പൊ ഇതാണ് ഇനി മാറ്റാൻ പോകുന്നത്. അപ്പൊ ഇത് മാത്രം മാറ്റല്ലേ? ഞാൻ പിന്നെ കൺഫ്യൂഷൻ അന്ന് ഏതാ മാറ്റിയെന്ന് അറിയാണ്ട്. ഓക്കെ. പിന്നെ അത് മാത്രല്ല, എനിക്ക് എഞ്ചിൻ ലൈറ്റ് ഇങ്ങനെ കത്തുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച അർമേനിയ വരെ എത്തുന്ന എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലേനും. പക്ഷെ തുർക്കിന്നും കൂടുതൽ മറ്റേ ഇവര് ചെക്ക് ചെയ്തപ്പോ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇത് മാറ്റിയാൽ പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ സ്പാർക്ക് പ്ലഗിന് കുറെ പണി വന്ന് എണ്ണ മാറി അടിച്ച്, ഞാനറിയില്ല, ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. ഈ സർവീസ് ഈസിയാക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ എടുത്ത് നോക്കുമ്പോ എന്റെ മുകളിൽ കഴിയും. ഇപ്പൊ ഇവിടെ മലയാളി പിള്ളേർ കിട്ടിയോണ്ട് കുറച്ച് ഹെൽപ്പായി, അല്ലെങ്കിൽ ഇടങ്ങാറാവാനും. ഇതായിപ്പോ അർമേനിയയില്. അപ്പൊ ഞാൻ എപ്പോഴും സർവീസ് ചെയ്യുമ്പോൾ മാലിക്കിനെ വിളിക്കലുണ്ട്, എന്താണ് അടുത്ത ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ കുർദിസ്ഥാനിൽ വരുമ്പോ അയാളെ കൊണ്ടാന്ന് ഇത് ഫുൾ എടുപ്പിച്ചേ, മറ്റേ ബെൽറ്റും എക്സ്ട്രാ ക്ലച്ചും എല്ലാം. അങ്ങനെ തോന്നി. ഓക്കെ, ഇത് പുതിയ ഫിൽറ്റർ നമ്മള് വെക്കുന്നേട്ടാ. ഓക്കെ, ഏടുത്തോ അതിന്റെ ഓട്ട? ഞാൻ കാണുന്നില്ല. മറിയൂ ഉണ്ടാ? ഓക്കെ. അപ്പൊ 5 ലിറ്റർ ഒഴിച്ചേട്ടാ. അപ്പൊ അവര് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൽ ഓയിൽ കറക്റ്റ് ആണ്. കാരണം ഇതിനു മുമ്പ് നമ്മള് പിന്നെ 6 വരെ ഒഴിച്ചിന് സൗദിന്ന്. അപ്പോൾ ചിലപ്പോൾ 5.5 വരെ ഒഴിക്കേണ്ടി വരുമായിരിക്കും. ഇത് നമ്മളെ ക്ലച്ച് പ്ലേറ്റ് ആട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇറാഖിന്ന് പ്ലേറ്റ് പൊട്ടിയാലും എൻ്റെ കയ്യിലുള്ളതാണ് എടുത്ത് വെച്ചത്. അപ്പം ഇറാഖിൽ വരുന്ന ഒരു കാസർഗോഡത്തെ ഒരു ഇക്ക ഉണ്ട്, മൂപ്പരാണ് ഇത് കൊണ്ടുതന്നത്. പാവം നല്ല ഏകദേശം 12 കിലോയുടെ സാധനം മൂപ്പരാണ് കൊണ്ടുതന്ന്. മൂപ്പര് പേര് എനിക്ക് മറന്നുപോയി. അപ്പം നമ്മൾ കുർദിസ്ഥാനിലുള്ള നാസർക്ക പറഞ്ഞിട്ട് കൊണ്ടുതന്നത്. അപ്പോൾ ഇതെനിയിപ്പോൾ അടുത്ത് മാക്സിമം ഈ ഒരു ക്ലച്ച് പ്ലേറ്റ് എനിക്കൊരു 45,000 കിലോമീറ്റർ കിട്ടീന്, 45 കിലോമീറ്റർ കിട്ടീന്. പക്ഷേ ഇനി ഇത് ഉള്ളതിനെ കൊണ്ട് മാക്സിമം നമ്മൾ കുറേ കിലോമീറ്റർ ഒപ്പിക്കണം, അല്ലെങ്കിൽ ഇനി നമുക്ക് പാർട്സ് എവിടെ നിന്ന് കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ AC ഫിൽറ്ററും എയർ ഫിൽറ്ററും അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററും നമുക്ക് ചേഞ്ച് ചെയ്യണം.
അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച ഫിൽറ്ററാണ്. ഫിൽറ്റർ എന്തായാലും ഇവർ ഓരോ പ്രാവശ്യം പുതിയ തന്നെ ഉപയോഗിക്കും. പക്ഷേ അതേസമയം ഈ സാധനം ഇല്ലേ, ഇത് ഇവർ ക്ലീൻ ആക്കിയിട്ട്, എയർ ഫിൽറ്റർ അധികം ആൾക്കാരും ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഏകദേശം ഒരു 25 കിലോമീറ്ററിൽ എടുത്തിന്. ഇപ്രാവശ്യം ഇതിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് അത് ക്ലീൻ ആക്കുന്നതാണെങ്കിൽ അത് മാറ്റുമോ, അല്ലെങ്കിൽ മാറ്റുള്ളൂ നോക്കിയിട്ട്. ഓക്കെ. പക്ഷേ ഞാൻ ഏകദേശം 3 പ്രാവശ്യം മാറ്റി ഇടങ്ങാറാകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ പുതിയ ഫിൽറ്റർ ഇവനിക്ക് ഞാൻ കൊടുക്കുന്നതാണ്. ഇത് ഇതുണ്ടാ നമ്മൾ സ്പാർക്ക് പ്ലഗ് നമ്മൾ കുറേ പ്രാവശ്യം പണി കിട്ടിയത് എണ്ണം ഇങ്ങനെ ഓരോ വേരിയൻ്റ് മാറി അടിച്ചിട്ട്. പക്ഷേ ഇതിങ്ങനെ ആകുമ്പോൾ കുഴപ്പമുണ്ടാവും. നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും? നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത സാധനം എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ പിന്നെ എനിക്ക് അടുത്ത ഒരു 10-20 കിട്ടുമോ പറയാൻ പറ്റുമോ? ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ട് 90 അതിന് താഴെ അടിക്കില്ല, 95, 98 ഇപ്പോൾ അടിക്കലുള്ളൂ. ആദ്യം ഞാൻ ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ ഇന്ത്യയിലൊന്നും അങ്ങനെയില്ല. ഇന്ത്യയിൽ ഒറ്റൊന്നേ ഉള്ളൂ, ഇന്ത്യയിലെ പെട്രോളിൽ ഒറ്റൊരു സംഭവമേ ഉള്ളൂ. അപ്പോൾ എൻജിൻ്റെ ഫാൻ ബെൽറ്റ് നല്ല പണിയുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ ചേഞ്ച് ആക്കാൻ പോകുന്നത് അത്. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് 18,000 കിലോമീറ്റർ ആയിട്ട് UAE ഇറങ്ങുമ്പോൾ ഒരു ബെൽറ്റ് നമ്മൾ ചേഞ്ച് ആക്കിന്. നമ്മൾ ടെൻറ്റ് ഇങ്ങനെ ലൂസായി പോയിനെ, അങ്ങനെ അത് മുറുക്കാൻ വേണ്ടിയിട്ട് തുർക്കിയിൽ നിന്ന് വീണതിന് ശേഷം പിന്നെ മുറുക്കിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഭയങ്കര സൗണ്ട് വന്നു. അപ്പോൾ രണ്ടാമത് മുറുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയില്ല, ഇതെല്ലാം ഒന്ന് ടൈറ്റ് ആക്കണം. നമ്മൾ ടെൻറ്റിൻ്റെ സംഭവം സെറ്റായിട്ടാണ്. ഇന്നലെ എല്ലാം ഭയങ്കര കുലുക്കിയാണ്. ഞാൻ വരുമ്പോൾ എന്തൊരു ഒച്ചയിലും ഇപ്പോൾ അവരത് സ്ക്രൂവെല്ലിട്ട് മുറുക്കി. ഇതാണ് അവസ്ഥ. ഇനി അനങ്ങൂലോ. അവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയില്ല ശരിക്കും. ഇതിൻ്റെ സർവീസ് ഫുള്ള് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ കേട്ടോ. ഇത് നമ്മളെ 58,000 കിലോമീറ്റർ ഇന്ന് കംപ്ലീറ്റ് ആയി. ഇത് നമ്മൾ 6ാമത്തെ സർവീസാണ്. ഇതിനു മുമ്പ് നമ്മൾ ദുബായിൽ നിന്നെല്ലാം സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അശ്വിനാണ് നമ്മളെ വണ്ടിയുടെ ഫുള്ള് സർവീസ് ചെയ്തത്. ഇതുണ്ട് നമ്മൾ വാങ്ങിച്ചത് ഏകദേശം 6 ലിറ്റർ വേണമെന്ന് തൊട്ടേ ഓയിൽ വാങ്ങിയാൽ നോക്കുമ്പോൾ ഏകദേശം 5 ലിറ്റർ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓയിൽ ഫുള്ളായി. ഇനിയിപ്പോൾ ഈ ബാക്കിയുള്ള ഈ ഒരു ലിറ്റർ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്ര കിട്ടും? 2000 ഡ്രാംസാ എത്ര? അത് നമ്മുടെ നാട്ടിൽ ഏകദേശം 2000 റുപ്യാണ് വരുന്നത്. പിന്നെ ഇവരുള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പണി തീർക്കാൻ പറ്റുക. ഞാൻ ജോർജിയയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ റഷ്യയിലൊന്നും ഈ വണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വെച്ച് ഇറാനും ചെയ്യാമെന്ന്. ഫൈനലാണ് നമ്മൾ അശ്വിൻ്റെ ഈ ഷോപ്പിൽ വന്നത്. ഇനിയിപ്പോൾ പാർട്സ് എല്ലാം ഇവരെന്ന് ചെയ്തെന്ന് വെച്ചാൽ ഈ ഫിൽറ്റേഴ്സ് എല്ലാം ഉണ്ടല്ലോ, എസിൻ്റെയും ഇതിൻ്റെയും ഫിൽറ്റേഴ്സ് അവർ ക്ലീൻ ചെയ്തിട്ട് ഇട്ടാൽ. കാരണം അതിങ്ങനെ വെറുതെ മാറ്റിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്കുള്ള കിലോമീറ്റേഴ്സ് നമുക്ക് ഇടങ്ങാറാവും. കാരണം ഇനി ചൈനയിൽ തന്നെ 1 മാസം ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അവിടെ തന്നെ ഇനി ഒരാളും പാർട്സൊന്നും എത്തിച്ചേരാനില്ല. കാരണം ഞാനിപ്പോൾ ഏകദേശം 1 ലക്ഷം ഉറുപ്പ്യൻ്റെ പാർട്സ് ഈ 2 കൊല്ലമായിട്ട് ഈ വണ്ടിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് നമ്മൾ വണ്ടിയിൽ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഈ വണ്ടിൻ്റെ ഫുള്ള് പണികൾ ഇന്നിവർ തീർത്ത് കഴിഞ്ഞ് നമ്മൾ 58,000 കിലോമീറ്റർ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടാ. ഏകദേശം 6ാമത്തെ നമ്മളെ സർവീസ് ചെയ്ത്. അപ്പോൾ പെട്രോൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ 6 ലിറ്റർ ഓയിലാന്ന് വാങ്ങിയാൽ അതിൽ 5 ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയും തിരിച്ചു കൊടുത്തിട്ട് സ്ഥിരം മലയാളി പരിപാടി, ബാക്കി പൈസ വാങ്ങിക്കണം. പിന്നെ ഫിൽറ്റേഴ്സ് എല്ലാം നമ്മൾ ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുള്ളൂ. കാരണം ഇനി അങ്ങോട്ടേക്ക് ചൈന തന്നെ 1 മാസം ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിൽറ്റേഴ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി എത്തിച്ചേരാൻ ഒരു മലയാളിനെയും ഒരാളെയും കിട്ടൂല. അതുകൊണ്ട് അത് മാക്സിമം ക്ലീൻ ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ പണി അറിയാത്ത ഈ പണിക്കാരൻ ആണ് നമ്മൾ വണ്ടി ഫുൾ സെറ്റാക്കിയത്. അപ്പോൾ ദിസ് ഈസ് എ കാർ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടോ, ഞാൻ ഈ യാത്രയിൽ ഇപ്പം ഇത് അർമേനിയ എൻ്റെ 14ാമത്തെ രാജ്യമായിട്ടാണ്. ഈ 14ാമത്തെ രാജ്യത്തും ഞാൻ മലയാളികളെ കണ്ട്. നമ്മൾ മലയാളികൾ എവിടെ പോയാലും ഭയങ്കര ഹെൽപ്പാണ്.